ഹായ്, നമ്മളെ ഇന്നത്തെ റെസിപ്പി സേമിയ ക്യാരറ്റ് ചൗവരി പായസം. നല്ല കുറുകിയ സൂപ്പറായിട്ടുള്ള പായസമാണ്. അപ്പം ഇതിനു വേണ്ടി ഞാൻ സേമിയ, ചൗവരി, ക്യാരറ്റ്, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു കവർ പാല് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ചൗവരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഒന്ന് വേവാൻ വെക്കുന്നുണ്ട്. ഇതാദ്യം ഒന്ന് കഴുകിയതിന് ശേഷം 2 തവണ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവാൻ വെക്കണം. പിന്നെ ഒരു കവർ പാലിലോട്ട് വറുത്ത സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ബൗള് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 തവിയാണ് പഞ്ചസാര ഇടുന്നത്. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാര ആദ്യം കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതും പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കിയാണ് പായസം റെഡിയാക്കുന്നത്. അപ്പം ഇത് സേമിയയും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് കുറുകി വന്നു. ഇതിലോട്ടിപ്പോൾ വേവിച്ച ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരി വേവിച്ചതിന് ശേഷം ഒന്ന് പച്ചവെള്ളം ഒഴിച്ച് അതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. ഇതൊന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി ഒന്നുകൂടി യോജിപ്പിക്കണം. നമ്മൾ ഇതിലോട്ട് കോൺഫ്ലോർ 3 സ്പൂൺ ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് 4 ഏലക്ക ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മധുരത്തിന് കുറച്ച് തിക്നെസ് കട്ടി കിട്ടാനും വേണ്ടി മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ താളിച്ചൊഴിക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള നല്ല കുറുകിയ സേമിയ ക്യാരറ്റ് ചൗവരി പായസം റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഫ്ലോപ്പ് ആവാണ്ട് നല്ല രീതിയിൽ പായസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും.